ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുക്കും. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സച്ചിയും അതുപോലെ മഹേഷും കൂടി ചേർന്നിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് കാറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 2 കാറ് സച്ചിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരു റെഡും അതുപോലെ ഒരു വൈറ്റും. എനിക്ക് രണ്ടാണ് ഇഷ്ടപ്പെട്ട് കൂടുതലായിട്ട് എന്നുള്ള കാര്യം മഹേഷിന്റെ അടുത്ത് പറയുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ രേവതി വന്നാലും രേവതിക്ക് അത് തന്നെയായിരിക്കും ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യമാണ് കേട്ടോ മഹേഷ് പറയുന്നത്. നീ നോക്കിക്കോടാ, ഞാൻ എന്ത് പറയുന്നോ അതിന്റെ എതിരായിട്ട് മാത്രമേ അവള് പറയുള്ളൂ എന്ന് സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദാ ആളെത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് അരികിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നത്, ഞാൻ 2 കാറ് നോക്കി വെച്ചിട്ടുണ്ട്, നിനക്ക് ഏതാണോ ഇഷ്ടാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് അത് എടുക്കാം എന്ന് പറയുമ്പോൾ രേവതി അവരുടെ കൂടെ തന്നെ ചെല്ലുന്നുണ്ട് കാറ് നോക്കാൻ വേണ്ടിയിട്ട്. കാറ് 2 നോക്കിയതിനു ശേഷം രേവതി ഇങ്ങനെ പറയുന്നുണ്ട് രണ്ടും നല്ലതാണ് എന്നുള്ള കാര്യം. എന്തായാലും രേവതി ഒന്നല്ലേ വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുമ്പോൾ സച്ചിയും പറയുന്നുണ്ട് രേവതിയുടെ അടുത്ത്, നിനക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട വെച്ചാൽ അത് നമുക്ക് മേടിക്കാം എന്നുള്ള കാര്യം. സച്ചിയേട്ടാ, എനിക്കിപ്പോ കാറ് മേടിക്കണോ എന്നുള്ളൊരു ചിന്തയാണെന്നുള്ള കാര്യം പറയും. കേട്ടില്ലേ മഹേഷ്, ഞാൻ എന്ത് പറയുന്നോ അതിന് എതിരായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അവള് പറയൂ എന്നുള്ള കാര്യം. അതെന്താ രേവതി, നീ തന്നെയല്ലേ പറഞ്ഞത് കാറ് മേടിക്കാനുള്ള ഐഡിയ കൊടുത്തത് നീയാണ്, എന്നിട്ടിപ്പോ കാറ് വേണ്ട എന്ന് പറയുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ഞാൻ കാറ് വേണ്ട എന്നല്ല പറയുന്നത്, ഇപ്പൊ വേണോ എന്നാണ് ചോദിക്കുന്നത്. തുടർന്ന് സച്ചി ചോദിക്കുന്നുണ്ട്, സാധാരണയായിട്ട് നീ ഒരു കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്താ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് തെളിച്ചു പറയാന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പൊ എന്താ അവസ്ഥ കുറവ്, അതല്ല അച്ഛനും അമ്മയും കൂടി മിണ്ടുന്നില്ലല്ലോ. അതിനിപ്പോ രേവതി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഞാനും അച്ഛൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചു, അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ എന്റെ പണി നോക്കി പോവാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ശരി തന്നെയാണ്. ഞാനും അതുപോലെ തന്നെ ശ്രുതിയും വർഷയും കൂടി ചെന്നിട്ട് അമ്മയുടെ അടുത്ത് സംസാരിച്ചു. അവര് സംസാരിച്ചപ്പോഴും അമ്മ എന്നെ തന്നെ ചീത്ത വിളിക്കുന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റിയ രേവതി? അതൊക്കെ അങ്ങനെ തന്നെ വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് എല്ലാം ശരിയായിക്കോളൂ. ഇപ്പൊ നല്ല റേറ്റിന് കാറ് കിട്ടിയിട്ടുണ്ട്, മേടിച്ചാലോ എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ കാറ് മേടിച്ചിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയെയും ഒന്നായിട്ട് അതിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുകയാണ് രേവതി. നല്ല ബെസ്റ്റ് ആള് അമ്മ ഫസ്റ്റിന്റെ കാറ് കയറിയത് തന്നെയാണ്. സച്ചിയേട്ടാ, എന്തായാലും നമ്മളിപ്പോ കാറ് മേടിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ കാറ് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കാൻ വേണ്ടി പറ്റുമോ? വീട്ടിലെ ഇപ്പത്തെ സാഹചര്യത്തില് എല്ലാവരും ചിന്തിക്കില്ലേ, നമ്മൾ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്നുള്ള കാര്യം. രേവതി പറയുന്നത് കേൾക്കുമ്പോൾ മഹേഷും പറയുന്നുണ്ട്, അതെ രേവതി പറഞ്ഞത് കാര്യം തന്നെയാണ്. കാറ് മേടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കല്ലേ വേണ്ടത്, അല്ലാതെ അതൊരു വേറെ പ്രശ്നമാവാൻ വേണ്ടിയിട്ട് പാടില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ രേവതി, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാത്തിനും കാരണം ആ ഓടിപ്പോയവനാണ്. അവനാണെന്നുണ്ടെങ്കിൽ ഒരു കോഴ്സിലും ഇല്ലാതെ ദിവസവും കടയിൽ പോയിട്ട് വരുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് അങ്ങനെ ആവാൻ വേണ്ടി പറ്റുമോ? നമുക്ക് അവരോട് സ്നേഹമില്ലാത്ത പോലെ കാണിക്കാൻ വേണ്ടി പറ്റുമോ? എന്തൊക്കെയാണെങ്കിലും അച്ഛന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് അച്ഛന് കുറച്ച് സമാധാനം ഉണ്ടാവും എന്നുള്ള കാര്യം. എന്തൊക്കെയാണെങ്കിലും സച്ചിയേട്ടാ, അച്ഛൻ അമ്മയോട് ദേഷ്യം ഉണ്ടെങ്കിലും അച്ഛന്റെ മനസ്സിലും ഒരു സങ്കടം ഉണ്ടാവില്ലേ? അമ്മയാണെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ശരിക്കൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും ശരി, ഇപ്പൊ എന്ത് ചെയ്യണമെന്നാണ് നീ ഉദ്ദേശിക്കുന്നതെന്ന് രേവതിയുടെ അടുത്ത് സച്ചി ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തതിനു ശേഷം കാറ് വന്ന് വാങ്ങാം, അപ്പോഴേ നമുക്കും ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? അച്ഛനും അമ്മയും കൊണ്ട് സംസാരിപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്യിപ്പിച്ചരാന്ന് പറഞ്ഞിട്ട് സച്ചി ഒരു കൂസലും അങ്ങ് പോവാണ്. നിങ്ങളെന്താ സച്ചിയേട്ടാ ഒരു കൂസലും ഇല്ലാതെ അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്? 2 ദിവസമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ തമ്മിലൊന്ന് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിനക്ക് അച്ഛനും അമ്മയും തമ്മിൽ സംസാരിച്ചാ പോരെ? അതിനുള്ള വഴി എനിക്കറിയാം, ഞാൻ ഒരിടം വരെ പോയിട്ട് വരാം എന്നുള്ള കാര്യം പറയുമ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് വരാം രേവതി, എന്നിട്ട് കാര്യങ്ങൾ പറയാം, നീ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്ക്. ശരി, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രേവതി പോവാണ്. രേവതി പോയി കഴിഞ്ഞ ശേഷം മഹേഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ, അപ്പോ എടാ കാറ് മേടിക്കുന്നില്ലേ എന്നുള്ള കാര്യം. അതല്ലേ ഇപ്പൊ പറഞ്ഞത്, വീട്ടിലെ പ്രശ്നം ശരിയാക്കിയതിനു ശേഷം കാറ് മേടിക്കുക എന്നുള്ള കാര്യം. എന്തായാലും ഞാൻ പോയിട്ട് ഒരാളെ കണ്ടിട്ട് വരാം, അവര് വിചാരിച്ചാൽ മാത്രമേ ഈ പ്രശ്നം ശരിയാക്കാൻ വേണ്ടി പറ്റുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, ആ ഓണറിന്റെ അടുത്ത് പോയിട്ട് കാറ് വേറെ ആർക്കും കൊടുക്കരുതെന്ന് പറ, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് മേടിച്ചോളാം എന്നുള്ള കാര്യം അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവാണ്. തുടർന്ന് നമ്മുടെ വർഷയാണ് കേട്ടോ കാണിക്കുന്നത്. വർഷ ഡബിങ്ങിന്റെ അവിടെ ഇരിക്കുന്നതാണ്. സർ കഴിഞ്ഞ സീനല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു സീനും കൂടി ഉണ്ട്, ഡെലിവറി ആവുന്നതിന്റെ സീനാണ്, കുറച്ച് ഇമോഷണൽ ആയിട്ട് ആക്ട് ചെയ്യണം എന്നുള്ള കാര്യം പറയുമ്പോൾ ഓ ഡെലിവറി സീനല്ലേ, അത് നോർമലായിട്ട് നമ്മൾ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്, ഇത് അതുപോലെയല്ല, കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് വരണം എന്ന് പറയണേ. ആ സാർ എന്തായാലും പ്ലേ ചെയ്ത് നോക്കാം എന്ന് പറയുന്നുണ്ട് വർഷ. അങ്ങനെ ഡെലിവറി പെയിന്റെ ആ ഒരു രംഗം കാണുമ്പോഴേക്കും എന്നെ വർഷ ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ടേക്ക് പോയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡബിങ് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും ആള് ഭയങ്കരമായിട്ട് കരഞ്ഞ് ആകെ മൊത്തം ടയർഡായ പോലെ ആവുന്നുണ്ട്. ടേക്ക് എടുത്തതിന് ശേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വർഷയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ വർഷയാണെങ്കിൽ അപ്പോഴും കരഞ്ഞോണ്ടിരിക്കുകയാണ്. വർഷ കരയുന്ന കാണുമ്പോഴേക്കും എന്ത് പറ്റി എന്നുള്ള കാര്യം വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇത് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സീനാണ് എന്നുള്ള കാര്യം. ഡബ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്രയും പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ റിയൽ എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ എന്നുള്ള കാര്യം അവര് ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് പോകുന്നുണ്ട്. പുറത്തിറങ്ങിയിട്ടും ആള് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ആദ്യം തന്നെ അമ്മയെ വിളിക്കുകയാണ്. ഫോൺ എടുത്ത ഉടനെ തന്നെ മഹിമ പറയുന്നുണ്ട്, വർഷ
ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു, എന്താ സുഖാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഞാൻ ജനിക്കുന്ന സമയത്ത് അമ്മ ഭയങ്കര പെയിൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിച്ചതെന്ന് മഹിമ ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് ഒരു സീൻ ഡബ് ചെയ്തു എന്നുള്ള കാര്യം പറയണേ, അല്ലെങ്കിലും നിനക്ക് എല്ലാ സംശയവും ഓരോരോ സിനിമയിലെ രംഗങ്ങൾ കാണുന്ന സമയത്താണല്ലോ എന്ന് പറഞ്ഞിട്ട് മഹിമ ചിരിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അഭിനയിക്കുന്ന സമയത്ത് തന്നെ എന്തോരം പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിലാണ് അഭിനയിക്കുന്നത്. അപ്പോ ഒറിജിനൽ ആയിട്ട് കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടി വരുമല്ലോ അമ്മ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത്രയും വേദനയൊക്കെ അനുഭവിച്ചിട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്താ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടാവുന്ന കാര്യത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്, എന്താ വർഷേ വല്ല നല്ല ന്യൂസും ഉണ്ടോ, നീ പ്രഗ്നന്റ് ആണോ എന്നൊക്കെ ചോദിക്കാനുണ്ടോ മഹിമ. അമ്മ അങ്ങനെയൊന്നുമില്ല, അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ ഭയപ്പെടുത്തല്ലേ, പക്ഷേ നീ ഓരോരോ പടം കണ്ടിട്ട് വെറുതെ ഓരോന്ന് കൽപ്പിക്കണ്ട, ഇതൊക്കെ സാധാരണയായിട്ട് നടക്കുന്ന കാര്യം തന്നെയാണ് എന്ന് കരുതിയിട്ട് ഇത് നീ മാറ്റി വെക്കൊന്നും ചെയ്തേക്കരുത്. അതൊക്കെ അമ്മ ഞാൻ നോക്കിക്കോളാം. എനിക്ക് പെട്ടെന്ന് ആ സീന് കണ്ടപ്പോൾ ഒരു ഗിൽറ്റി ഫീലിംഗ് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വിളിച്ചിട്ട് സോറി പറഞ്ഞത്, വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണേ. തുടർന്ന് വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത്. രേവതി ചായ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുമ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചായ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കും ഒരു ഗ്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വർഷ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വർഷയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ എന്തോ ആലോചിച്ചിട്ടാ പോകുന്നത്. ശ്രുതി വിളിക്കുന്നതൊന്നും വർഷ കേൾക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് പോയിട്ട് പുറകില് തട്ടുന്നുണ്ട്. അല്ല വർഷേ, നീ എന്തെന്ന് നേരത്തെ വന്നത്, ഞാൻ നിന്നെ വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ, എന്നിട്ടും നീ കേൾക്കാത്ത മട്ടിൽ അങ്ങനെ പോവാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. രേവതി ചായ കൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴും വർഷയുടെ മുഖത്ത് എന്തോ ഒരു സങ്കടമുള്ളത് പോലെ രണ്ടുപേര് ശ്രദ്ധിക്കുന്നുണ്ട്. വർഷ സാധാരണയായിട്ട് വളവളാന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ, പെട്ടെന്ന് സൈലന്റ് ആയിട്ട് വേറെ ഏതോ ലോകത്തുള്ളത് പോലെയാണ് ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് രേവതിയും അതുപോലെ ശ്രുതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതി വർഷയുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ വർഷേ, നിനക്ക് വിഷമം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്ന് പറയാണേ. എന്താ ശ്രീകാന്തുമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അവനെ കുറിച്ച് മിണ്ടി പോകരുത്, ഇനി ഞാൻ അവനെ എന്റെ അടുത്ത് പോലും അടുപ്പിക്കില്ല, അവൻ കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഭയമാണെന്നൊക്കെ പറയാണേ. എന്താ വർഷം നിനക്ക് പറ്റിയെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതി ശ്രീകാന്ത് നിന്നെ ചീത്ത വിളിക്ക് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അതിന് അവനെ കണ്ടിട്ട് പോലും ഇല്ല ഇന്ന് എന്നുള്ള കാര്യം പറയുമ്പോൾ പിന്നെ എന്താ നിനക്ക് പറ്റിയത്, ഇന്ന് സീരിയലിൽ ഞാനൊരു സീൻ ഡബ് ചെയ്തു, അത് ചെയ്തതോട് കൂടിയിട്ട് ഇന്നത്തെ എന്റെ ഒരു ദിവസം അങ്ങ് പോയി. അങ്ങനത്തെ എന്ത് സീനാ ചെയ്തെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഡെലിവറി എന്ന് പറയുകയാണെ. ഫുഡ് ഡെലിവറി ആണോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അല്ല, ബേബി ഡെലിവറി. ബേബി പിറക്കുന്ന സമയത്ത് അവര് നന്നായിട്ട് കരയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്റെ തൊണ്ടതാവുന്നത് വരെ ഇങ്ങനെ കാറി കാറി കരയാൻ വേണ്ടി പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ടിവിയിൽ സാധാരണയായിട്ട് കാണുന്ന കാര്യമില്ലെന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സീന് ഡബ് ചെയ്യുന്നത്. സീരിയലിൽ തന്നെ ആ പെൺകുട്ടി അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ശരിക്കും കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കില്ലേ, അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരിക്കലും ആ ഒരു സിറ്റുവേഷനിൽ ഐ കനോട്ട് ഈവൻ തിങ്ക് മൈസെൽഫ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. അതിനിപ്പോ എന്ത് ചെയ്യാനാണ് വർഷേ, കുഞ്ഞുങ്ങളുണ്ടാവുന്ന സമയത്ത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് രേവതിയും പ്രസവിക്കുന്ന സമയത്ത് അങ്ങനെ വേദന ഉണ്ടാവും എന്നുള്ള കാര്യം പക്ഷേ നിനക്കറിയില്ലേ, ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം, പക്ഷെ പ്രാക്ടിക്കലി ഇത്രയും ഡേഞ്ചർ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് പ്രസവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ് എന്ന്. 10 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞു വരുമല്ലോ, പിന്നെ 10 മാസം ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇത് കേട്ട ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെയൊന്നും അല്ല വർഷേ, ഈ 10 മാസം ഭയങ്കര ടഫ് തന്നെ ആയിരിക്കും. 3 മാസമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഛർദിയും അതുപോലെ തന്നെ തലകറക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ സമയത്ത് മണം കൊണ്ട് നമുക്ക് ഒന്നും കഴിക്കാൻ വേണ്ടി തോന്നില്ല. പക്ഷെ 4 മാസം മുതൽ ഭയങ്കരമായിട്ട് സ്കാർവിംഗ് ഉണ്ടാവും, ഓരോരോ സാധനങ്ങൾ കഴിക്കാൻ. അങ്ങനെ പതിയെ പതിയെ നമ്മൾ വെയിറ്റ് കൂടും, കാലുവേദനയൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കാനൊന്നും പറ്റില്ല, എപ്പോഴും ഇരിക്കണം എന്നൊരു ചിന്ത വരും, നടുവേദന ഉണ്ടാവും. പിന്നെ ഒരു 7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാല് കുഞ്ഞ് നന്നായിട്ട് വളരും, പിന്നെ നമ്മളെ ചവിട്ടാനൊക്കെ തുടങ്ങും. ആ സമയം മുതൽ നമുക്ക് ശരിക്കും ഉറങ്ങാനൊന്നും പറ്റില്ല, എപ്പോഴും ടയർഡായിട്ട് തോന്നും, കാലൊക്കെ ഭയങ്കര വേദനയും അതുപോലെ കാലൊക്കെ ഭയങ്കരമായിട്ട് വീങ്ങുന്നത് പോലെയൊക്കെ തോന്നും, ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ആവും. പിന്നെ പെയിൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ കൺട്രാക്ഷനിലും ഭയങ്കര പെയിൻ ആയിരിക്കും. ചിലർക്ക് 1, 2, 3 hours ഒക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തമൊക്കെ പെയിൻ ഉണ്ടാകും. കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ പുതിയതായിട്ടൊരു ആളായിട്ട് ജനിച്ചതുപോലെ തോന്നുന്നൊക്കെ പറയുമ്പോഴേക്കും വർഷയും അതുപോലെ തന്നെ രേവതിയും ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. ശ്രുതി ഒരു കുഞ്ഞിനെ പ്രസവിച്ചതാണല്ലോ, ആ ഒരു സ്റ്റോറിയാണ് പറഞ്ഞത്. പക്ഷെ ഇവർക്കൊന്നും അറിയില്ലല്ലോ അത്, അതുകൊണ്ട് തന്നെ ഭയങ്കര അതിശയത്തോട് കൂടിയിട്ടാണ് രണ്ടുപേരും നോക്കുന്നത്. രണ്ടുപേരുടെ നോട്ടം ശ്രദ്ധിക്കുന്ന ശ്രുതിക്ക് കയ്യിന്ന് പോയി എന്നുള്ള കാര്യം മനസ്സിലാവുകയാണേ. തുടർന്ന് വർഷ പറയുന്നുണ്ട്, ഓ മൈ ഗോഡ്, ഇത്രയും വലിയൊരു പ്രോസസ് ആണോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. രേവതി അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇത്രയും വലിയ ഐഡിയ ഒന്നും ഇതിനെ കുറിച്ചിട്ടില്ല, നീ എന്താ ശ്രുതി ഒരു കുഞ്ഞിനെ പ്രസവിച്ചതുപോലെ പറയുന്നത്. അങ്ങനെയല്ല രേവതി, എന്റെ അടുത്ത് ഒരുപാട് ക്ലയൻസ് വരാറുണ്ട്, അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്, അങ്ങനെയാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതെന്നുള്ള കാര്യം പറയാണേ. ഓ, അപ്പൊ 1 year നമ്മൾ ഇത്രയും വലിയൊരു പ്രോസസ്സിലൂടെ കടന്നു പോകണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഒരു പെണ്ണായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ വേദനയൊക്കെ സഹിക്കില്ലേ, അങ്ങനെയല്ലേ നിന്നെയും അതുപോലെ തന്നെ എന്നെയൊക്കെ അമ്മമാര് പ്രസവിച്ചത്. എന്റെ അമ്മ 3 മക്കളെ
പ്രസവിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ 3 ആൺമക്കളെ പ്രസവിച്ചില്ലേ. അപ്പോ ഇത്രയും വേദനയൊക്കെ സഹിച്ചിട്ട് തന്നെയല്ലേ അത് മാത്രമാണോ? പണ്ടത്തെ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ഉം 15ഉം മക്കളെയൊക്കെ പ്രസവിച്ചിട്ടുണ്ടെന്ന കാര്യം പറയുമ്പോൾ അപ്പോഴത്തെ ആണുങ്ങൾക്ക് ഇത് തന്നെയായിരുന്നു പണിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വർഷ. എന്തായാലും പെണ്ണുങ്ങളുടെ വേദനയെ കുറിച്ചിട്ട് ആണുങ്ങൾ മനസ്സിലാക്കുമായിരുന്നെങ്കിൽ അന്ന് തന്നെ എല്ലാവരും ഒറ്റ കുഞ്ഞോടുകൂടി നിർത്തിയാനെന്നൊക്കെ വർഷ പറയുന്നത് കേൾക്കുമ്പോൾ രേവതി ചിരിക്കാണ് കേട്ടോ ചെയ്യുന്നത്. രേവതി ചേച്ചി വെറുതെ ചിരിക്കല്ലേ, എനിക്കിതെല്ലാം കേട്ടിട്ട് ഭയമാണ് തോന്നുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ ഭയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ കിട്ടുന്ന ആ നിമിഷം ഉണ്ടല്ലോ, കുഞ്ഞിനെ കാണുമ്പോൾ നമ്മുടെ പെയിൻ എല്ലാം മാറും. അതെങ്ങനെ രേവതി ചേച്ചിക്ക് അറിയുന്ന എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ അതെന്റെ അമ്മ പറഞ്ഞു തന്നതാണ്. നമ്മൾ ആ കുഞ്ഞിന്റെ ഓരോരോ വളർച്ചയും അവൻ നടക്കുന്നതും സംസാരിക്കുന്നതും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുക. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് അമ്മമാർ അത് അത്ര വലിയ വേദനയായിട്ട് എടുക്കാത്തത്. കൈയും കാലും ഒടിഞ്ഞാൽ തന്നെ എന്തോരം വേദന സഹിക്കേണ്ടി വരും. അപ്പോ ഈ വേദനയെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ വയ്യ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലെ ഒരുപാട് എല്ലുകൾ പൊട്ടില്ലേ, ആ പൊട്ടുന്ന സമയത്തുള്ള വേദന എങ്ങനെ ഇരിക്കുന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയ്ക്കാകെ വല്ലാതെ ആവുന്നുണ്ട്. പക്ഷെ നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ശ്രുതി, അവളെ ഓൾറെഡി പേടിച്ചിരിക്കുകയാണ്, നീ വീണ്ടും അവളെ പേടിപ്പിക്കണോ എന്ന് ചോദിക്കാണ് കേട്ടോ രേവതി ശ്രുതിയുടെ അടുത്ത്. എന്നെ കൊണ്ട് എന്തായാലും ഈ വേദനയൊന്നും സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് വർഷ പറയുമ്പോൾ എന്ന് കരുതിയിട്ട് ആരെങ്കിലും കുഞ്ഞിനെ പ്രസവിക്കാതിരിക്കുമോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. എന്തായാലും ഞാൻ പ്രസവിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ ഈ കുടുംബത്തില്, നിങ്ങൾ രണ്ടുപേരും പ്രസവിച്ചിട്ട് അതിലൊരു കുഞ്ഞിനെ ഞാൻ അഡോപ്റ്റ് ചെയ്തോളാം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഒരു കൂസലില്ലാതെ വർഷ അവിടെ പോയി നിൽക്കുവാണ്. അത് കേട്ടിട്ട് ശ്രുതിയും അതുപോലെ രേവതിയും പരസ്പരം നോക്കുന്നുണ്ട്. നമുക്ക് 3 പേർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും അതിലൊരു കുഞ്ഞാണെങ്കിലും അത് നമ്മുടെ 3 പേരുടെയാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് തനിയെ കുഞ്ഞു വേണ്ട എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. എന്തായാലും അതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് വർഷ. അതിനുള്ള വിൽ പവർ എനിക്കില്ല. അപ്പോൾ ശ്രീകാന്തിന് കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് അവന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ പോയി പ്രസവിച്ചോട്ടെ, അത് വർഷേ നിനക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് പെയിൻ വരുന്നത് എനിക്കല്ലേ, അപ്പോ ഞാൻ തന്നെ തീരുമാനം എടുക്കും. അപ്പോ നിങ്ങൾ രണ്ടുപേരും അടിയുണ്ടാക്കാൻ വേറൊരു കാര്യമായില്ല എന്നുള്ള കാര്യം ഇത് ചോദിക്കുന്ന സമയത്ത് ഫൈറ്റ് ഒന്നുമില്ല, പക്ഷെ ഇതിന് ഞാൻ വേറൊരു സൊല്യൂഷൻ കണ്ടെത്തും. തുടർന്ന് നമ്മുടെ സച്ചി അച്ഛമ്മയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് എത്തി കേട്ടോ. അച്ഛമ്മ വന്ന ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛമ്മ ഈ പ്രശ്നം ശരിയാക്കില്ലേ എന്നുള്ള കാര്യം. അതൊക്കെ ഞാൻ ശരിയാക്കടാ, എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം ഇത്രയും വഷളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കില്ലായിരുന്നു. എന്തായാലും വാടാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോകുമ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അച്ഛമ്മയെ സുഖാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്റെ സുഖമൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ പോലും എന്റെ അടുത്ത് ഒരു വാക്ക് വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛമ്മ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഭയങ്കര സന്തോഷത്തിലല്ലേ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അതെന്താ, എനിക്ക് സന്തോഷം മാത്രമേ പാടുള്ളൂ. ഈ വീട്ടിലൊരു കഷ്ടം വന്നു കഴിഞ്ഞാൽ അതിൽ എനിക്കും പങ്കില്ല, മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഉള്ളിലേക്ക് അങ്ങ് കയറി പോവാണ്. നീയല്ലേ പ്രശ്നം ശരിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ അച്ഛമ്മയും കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യം സച്ചി രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ ചന്ദ്രമതി ആണെങ്കിൽ അവിടെ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. അമ്മ അങ്ങനെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് ചന്ദ്ര എന്ന് പറഞ്ഞ ഒറ്റ വിളി വിളിക്കുമ്പോഴേക്കും അയ്യോ അമ്മ എന്താ ഇപ്പൊ വന്നത്, അമ്മ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും നമ്മുടെ കലാവതിയുടെ ഭാവം കണ്ടിട്ട് ചന്ദ്രമതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് സച്ചിയെ രേവതിയെ നോക്കുകയാണ് കേട്ടോ ചന്ദ്ര. അതെന്താ ചന്ദ്ര, ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അതല്ല അമ്മ ഇവിടുന്ന് പോയതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാ എന്ന് കരുതിയിട്ട് വരേണ്ട ആവശ്യം വന്നില്ലേ, നീ എന്ത് പണി അവിടെ ചന്ദ്ര ചെയ്തു വെച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതിയെ നോക്കുകയാണ് കേട്ടോ. രേവതിയെ നോക്കുന്നത് കാണുമ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവളെ നോക്കുന്നത്, അവളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും സച്ചി ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാനാണ് എല്ലാ കാര്യവും പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നുള്ള കാര്യം. അത് കേട്ടിട്ട് ചന്ദ്രമതി ആകെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുവാണ്. നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സുധിയെ എടുത്തിട്ട് തലയിൽ കയറ്റി വെക്കേണ്ട കൂടുതലായിട്ട് എന്നുള്ള കാര്യം. അങ്ങനെ വെച്ച് കഴിഞ്ഞ് അവൻ നിനക്ക് തന്നെ പ്രശ്നമാകും എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതല്ലേ, അത് സുധി എന്തോ അറിയാതെ എന്നൊക്കെ പറയുമ്പോഴേക്കും അതവിടെ ഇരിക്കട്ടെ, അതിലേക്കൊക്കെ ഞാൻ വരാം. എവിടെ രവി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് രവിയേട്ടൻ മോളിൽ ടെറസിൽ എന്ന് പറയുന്നിട്ട് അങ്ങോട്ട് തിരിയാണ് കേട്ടോ. പോയിട്ട് വിളിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ അച്ഛമ്മ. എന്താ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നീ അവിടെ തന്നെ നിൽക്കുന്ന ചന്ദ്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചന്ദ്രമതി തല താഴ്ത്തുവാണേ. അച്ഛമ്മേ പ്രശ്നം അവിടെയാണല്ലോ, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ പോകുമ്പോൾ സച്ചി പുറകെ ചെല്ലുന്നുണ്ട് കേട്ടോ. എന്റെ മകനെ ഞാൻ പോയി വിളിക്കും, അതിന് നീ എന്തിനാ വരുന്നെന്നുള്ള കാര്യം ചോദിച്ചിട്ട് സച്ചി അവിടെ നിർത്തുവാണ്. എന്നിട്ട് അച്ഛമ്മ നേരെ രവിക്ക് അരികിലേക്ക് ചെല്ലുന്നു.